ഫങ്ഷൻസ് ഓഫ് MPC ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിൽ 2016 വരെ നമ്മൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് WPI അല്ലെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. MPC വന്നതോടുകൂടിയാണ് നമ്മൾ പതുക്കെ ഏത് ഇൻഡെക്സിലേക്ക് വന്നിട്ടുള്ളത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ നമ്മൾ രണ്ട് ഇൻഡെക്സിന്റെ ബാസ്ക്കറ്റ് കമ്പയർ ചെയ്തപ്പോൾ നമുക്കറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കൂടുതൽ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിലാണ്? CPI-യിലാണ്. അതുകൊണ്ടാണ് RBI ഓവർ ദി പീരിയഡ് CPI ഇൻഡെക്സിലേക്ക് വന്നിട്ടുള്ളത്. ഇതുവരെ ഓക്കെ ആണോ? ഇനി ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കർ ടു ദി ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചു അല്ലെ? ബാങ്കുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ലോൺ കൊടുക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ഷോർട്ട് പീരിയഡിലേക്ക് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. രണ്ട് വാക്കുകളാണ് കേട്ടോ അവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും ആണ്. ആ കൊടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡ്, മോസ്റ്റ്ലി ഫോർ ഓവർനൈറ്റ് ബേസിസ്, മാക്സിമം ഫോർ 1 day ഒക്കെയാണ് കേട്ടോ. ഓവർനൈറ്റ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു ദിവസത്തേക്ക് കാലാവധി എന്ന് പറയുന്നത്. ഷോർട്ട് പീരിയഡ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ബേസിസിൽ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റിന്റെ വാല്യൂ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ലോണിന്റെ ഇൻട്രസ്റ്റ്, വെഹിക്കിൾ ലോണിന്റെ ഇൻട്രസ്റ്റ്, അത്തരത്തിലുള്ള ഇൻട്രസ്റ്റുകളൊക്കെ അവർ ഫിക്സ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? റിപ്പോ റേറ്റിനെ ബേസ് ചെയ്തിട്ടാ. ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഹൈ ആണ്. ഈ പറയുന്ന ലോജിക്ക് തന്നെയാണ് കേട്ടോ പ്രിലിമിനറിക്ക് എല്ലാത്തിലും കണക്ട് ചെയ്യേണ്ടത്. ഇൻഫ്ലേഷൻ ഹൈ ആണ്. ഇൻഫ്ലേഷൻ ഹൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മണി സപ്ലൈ ഹൈ ആണ്. ഇൻഫ്ലേഷൻ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മണി സപ്ലൈ കുറയ്ക്കണം. മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് കൂട്ടും. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ലോജിക്കലി കണക്ട് ചെയ്തിട്ട് വാ. റിപ്പോ റേറ്റ് കൂട്ടാന്ന് പറഞ്ഞാൽ ബാങ്കുകൾ RBI-യിൽ നിന്ന് കടമെടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. ബാങ്കുകൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ കടമെടുത്താൽ നിങ്ങൾക്ക് ലോൺ തരുന്നത് എന്തിലായിരിക്കും? ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും. ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലുള്ളപ്പോഴാണോ ബാങ്കിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ലോൺ എടുക്കുക? ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോൾ. അപ്പൊ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഒബ്വിയസ്ലി ലോൺ എടുക്കുന്നത് കുറയും. ലോൺ എടുക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ മണി സപ്ലൈ എന്താ ഉണ്ടാവുക? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. സെയിം മെക്കാനിസം റിവേഴ്സ് പറയും. ബാങ്ക് റിപ്പോ റേറ്റ് കുറച്ചു, എന്താ സംഭവിക്കുക? ബാങ്ക് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ RBI റിപ്പോ റേറ്റ് കുറച്ചു, എന്താ സംഭവിക്കുക? RBI-യിൽ നിന്ന് ബാങ്ക് ലോൺ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അതല്ല അതിന്റെ അർത്ഥം. ബാങ്കിന് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ കിട്ടുകയാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? കുറയും. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്തില്ലെങ്കിലും ബേസിക്കലി കോർപ്പറേറ്റുകൾ കൂടുതൽ ലോൺ എടുക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തതിന് എന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? മാർക്കറ്റിലെ മണി സപ്ലൈ ഇംപ്രൂവ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യും, എക്കണോമി പ്രോഗ്രസിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ അല്ല ഈ ഒരു പറഞ്ഞ സിംഗിൾ പാരാമീറ്റർ? ഇതേപോലെ ഓരോ പാരാമീറ്റർ വെച്ച് ഞാൻ ഭാവിയിൽ ഓരോന്നും ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി റിപ്പോ റേറ്റ് മാറ്റുമ്പോൾ ഗ്രോത്തും ഇൻഫ്ലേഷനെയും നമുക്ക് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതല്ല MPCയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കൺട്രോളിങ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് സപ്പോർട്ടിങ് ഗ്രോത്ത്. ഓക്കെ അല്ലേ? ഇനി ഈ ഇൻഫ്ലേഷന്റെ ഒരു ടാർഗറ്റ് നമ്മൾ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. വീണ്ടും പറയാണ്, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI അല്ല, MPC അല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഏത് അതോറിറ്റി ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI. RBI-യുടെ കൺസൾട്ടേഷൻ പവർ മാത്രമേ ഉള്ളൂ. ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ആര്? MPC. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്റ്റേറ്റ്മെന്റ് പറയാണ്, ശ്രദ്ധിച്ചേക്കാം. Reserve Bank of India in consultation with the MPC fixes the inflation target.
ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. എന്താ കാരണം? ട്രൂ സ്റ്റേറ്റ്മെന്റ് പറയാം. സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡ്സ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ഫോർ എ പീരിയഡ് ഓഫ് 5 years. ശരിയല്ലേ? 5 വർഷത്തേക്കാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. പ്രസന്റ് ഇൻഫ്ലേഷൻ ടാർഗറ്റിന്റെ അപ്പർ ലിമിറ്റ് എത്ര, ലോവർ ലിമിറ്റ് എത്ര? ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4 എന്ന് പറയുന്നത് അപ്പർ 6%, ലോവർ 2%. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4 ± 2%. ലോവർ ലിമിറ്റ് 2, അപ്പർ ലിമിറ്റ് 6%. ഓക്കെ ആണല്ലേ? ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ഡിറ്റർമൈൻസ് ദി ഇൻഫ്ലേഷൻ ടാർഗറ്റ്സ് ഇൻ ടേംസ് ഓഫ് ദി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വൺസ് ഇൻ എവറി 5 years. ദിസ് ടാർഗറ്റ് വുഡ് ബി നോട്ടിഫൈഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ്. ഓക്കെ അല്ലേ? How can we improve the accountability of MPC? മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അക്കൗണ്ടബിലിറ്റി നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് മുന്നത്തെ സമയത്ത് 2016 മുന്നേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ജോലി നിങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നേ അല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ഒരു ടൂളിനെയാണ് അക്കൗണ്ടബിലിറ്റി. നിങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അത് ആരോട് വന്നിട്ട് ചോദിക്കുക? നിങ്ങളോട് വന്ന് ചോദിക്കുക അല്ലെ? അതിന് പറയുന്ന വാക്കാണ് ആൻസറബിലിറ്റി. നിങ്ങളൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് പൈസ തന്നു, നിങ്ങൾ അത് വെട്ടിച്ചു, നിങ്ങളല്ലേ പീനലൈസ് ചെയ്യണ്ടേ? അടുത്ത വാക്ക് എൻഫോഴ്സബിലിറ്റി. ആൻസറബിലിറ്റി ആൻഡ് എൻഫോഴ്സബിലിറ്റി വിളിക്കുന്ന പേരാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇൻഫ്ലേഷൻ 2-നും 6-നും ഇടയിൽ നിർത്തലാണ് ആരുടെ ജോലി? MPCയുടെ ജോലി. അപ്പൊ അത് അവർ ചെയ്തില്ലെങ്കിൽ എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്? ഇഫ് MPC ഈസ് ഫെയിൽ ടു മെയിൻ ഇൻഫ്ലേഷൻ ഇൻ ബിറ്റ്വീൻ 2 to 6% ഫോർ 3 consecutive quarters, they should come up with a public statement. ഞങ്ങൾ പരാജയപ്പെട്ടു. 3 ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 × 3 9 മാസത്തോളം അവർക്ക് ഇൻഫ്ലേഷൻ ലിമിറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം, ഞങ്ങൾക്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റിൽ നിർത്താൻ പറ്റിയില്ല. മിക്കവാറും അതിന്റെ ഇടയിൽ അവർ ഏതൊക്കെ ഡാറ്റയിൽ ഉടായ്പ കാണിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള വാല്യൂ കാണിക്കും കേട്ടോ. അല്ലാതെ ചെയ്യും എന്ന് പറയില്ല കേട്ടോ. ഡാറ്റ കറക്റ്റ് ഇപ്പൊ വലിയ പണിയൊന്നുമില്ല, കുറച്ച് സോഴ്സിൽ നിന്നുള്ള ഡാറ്റ എലിമിനേറ്റ് ചെയ്ത കാര്യം മനസ്സിലായില്ലേ? ഇതാണ് ILO പറയുന്നതൊക്കെ ചിലപ്പോ സത്യാവൂട്ടാ, നമ്മൾ അതിനെ നിഷേധിക്കെങ്കിലും. ഇതാണ് ഡാറ്റയുടെ പ്രത്യേകത. ഇനി അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തെടുക്കും? മോണിറ്ററി പോളിസി ടൂൾസ്. ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്നതിനും ഗ്രോത്തിനും വേണ്ടി MPC ഉപയോഗിക്കുന്ന കുറെ ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ട്. ഇതാണ് അടുത്ത ദിവസത്തെ ഡിസ്കഷൻ. ക്യാഷ് റിസർവ് റേഷ്യോ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതിൽ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കില്ല കാര്യമായിട്ട്, ജസ്റ്റ് പേര് മാത്രമേ പറയുള്ളൂ. ഇതൊന്നും ഇപ്പൊ കാര്യമായിട്ട് ഉപയോഗിക്കണില്ല. ഈ ടൂളുകളാണ്, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ക്വസ്റ്റ്യൻസ്. പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. ചെറിയൊരു ഇൻഫ്ലേഷൻ എക്കണോമിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഇന്ന് 100 രൂപയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനം 101 രൂപയ്ക്ക് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർക്ക് 1 രൂപ എക്സ്ട്രാ കിട്ടും അല്ലെ? അപ്പൊ അഡീഷണൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അയാൾ എന്തിനുള്ള സാധ്യതയുണ്ട്? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കുറെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടും, എക്കണോമി ഇംപ്രൂവ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇന്ന് മേടിക്കുന്ന ഒരു സാധനത്തിന് 100, നാളെ 150 ആണെങ്കിൽ താൻ മേടിക്കുവോ? ഇല്ല. അപ്പൊ എന്തുണ്ടാവും? ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. എക്കണോമിക്ക് പൊട്ടയാണ്. ഇപ്പൊ ചെറിയൊരു ഇൻഫ്ലേഷൻ ഒക്കെയാണ്. അതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള MPCയുടെ ഉദ്ദേശം എപ്പോഴേലും ഇൻഫ്ലേഷൻ പൂജ്യാക്കലാണോ മക്കളെ? അല്ല. ഒരിക്കലും MPC ഇൻഫ്ലേഷൻ പൂജ്യാക്കാൻ പറയില്ല. ഇൻഫ്ലേഷൻ പൂജ്യാക്കി കഴിഞ്ഞാൽ റിസഷൻ സംഭവിക്കും. ഇൻഫ്ലേഷൻ 2-നും 6-നും ഇടയിൽ നിർത്താനാണ് നോക്കുന്നത്, ഒരിക്കലും പൂജ്യമല്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. The new institution of MPC is created to reduce inflation to 0. ശരിയാണോ തെറ്റാണോ?
ഇറ്റ് ഈസ് വെരി സിമിലർ ടു ഫിസിക്കൽ ഡെഫിസിറ്റ്. ഒരിക്കലും ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ സീറോ ആക്കാൻ ശ്രമിക്കില്ല. എന്താ, ചെറിയ ഡെഫിസിറ്റിൽ വർക്ക് ചെയ്താലാണ് ഗവൺമെന്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റുള്ളൂ. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇൻഫ്ലേഷൻ. ചെറിയൊരു ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ ദി എക്കണോമി. വെനെവർ ഇൻഫ്ലേഷൻ ഇസ് ബിയോണ്ട് എ ലിമിറ്റ്, ഇവിടെ ആണെങ്കിലോ 6% മുകളിലൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി എക്കണോമി. ഓക്കെ അല്ലേ? ഐഡിയലി ഹൈ എന്ന് ഞാൻ പറയില്ല. സി ഡി ആർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ക്യാഷ് ബേസ്ഡ് എക്കണോമി ആയിരിക്കും. റീസെന്റ് ഡേയ്സിൽ വളരെ കുറവല്ലേ, നമ്മളെല്ലാരും ക്യാഷ് ഉപയോഗിക്കുന്ന പരിപാടി കുറവല്ല, എല്ലാവരും ഡിജിറ്റൽ പേയ്മെന്റ് അല്ലേ. കുറെയൊക്കെ ഡിജിറ്റൽ ഏജിലേക്ക് വരുമ്പോൾ സി ഡി ആർ നോർമലി ലോ തന്നെയാണ്. അപ്പൊ സി ഡി ആർ ഹൈ നല്ലത് ലോ നല്ലത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ സി ഡി ആർ മെഷർ ചെയ്യുന്നത് എക്കണോമിയിൽ എത്രത്തോളം കറൻസി കടന്ന് കറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ മാത്രമാണ് സി ഡി ആർ ഉപയോഗിക്കുക. ഒരിക്കലും സി ഡി ആർ ഹൈ അല്ലെങ്കിൽ സി ഡി ആർ ലോ അങ്ങനെ ഒരു ടാർഗറ്റേ ഇല്ല കേട്ടോ നമുക്ക്. വാട്ട് ഈസ് ദി പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് സി ഡി ആർ? സി ഡി ആർ ഈസ് ഡിക്രീസിങ് ഓവർ ദി പീരിയഡ്. ഞാനൊന്നും പേഴ്സിലേക്ക് പൈസ എടുത്ത് വെച്ച കാലേ മറന്നു. മോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്താ, UPI അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത്. അപ്പൊ കയ്യിലുള്ള പൈസ കുറവാണെങ്കിൽ സി ഡി ആറും കുറവായിരിക്കും. ഓക്കെ അല്ലേ? അത് മണി സർക്കുലേഷന്റെ ഭാഗമാണ്. സി ഡി ആർ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ആണ്. അപ്പൊ സി ഡി ആർ ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? മോളെ ചോദിക്കും മോളെ. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് RBI മാത്രമാണോ? ഈ SBI ഒക്കെ ഈ കടപ്പത്രം കൊടുക്കുന്നു എന്ന് പറയുന്നത് അത്? SBI എന്ന് പറയുന്നത് കടപ്പത്രം, അത് ഏത് ടൈപ്പ്? ഇലക്ടറൽ ബോണ്ടിന്റെ കാര്യം മോളെ. ഇലക്ടറൽ ബോണ്ടാണ് SBI ഇഷ്യൂ ചെയ്യുന്നത്. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ. ഗവൺമെന്റിന്റെ കടപ്പത്രമാണെങ്കിൽ RBI മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ആദ്യത്തെ തവണ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും RBI. ഇനി ഒരു തവണ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും വാങ്ങിയവർക്ക് അത് വിൽക്കും വാങ്ങുകയും ചെയ്യാലോ. അപ്പൊ രണ്ടാമത് ഒരാൾ വാങ്ങി മൂന്നാമത് ഒരാൾക്ക് കൊടുക്കുന്നതിനെ ഉപയോഗിക്കുന്ന വാക്ക് ഇഷ്യൂ എന്നല്ല, എന്താ, സോൾഡ് ബൈ. സോൾഡും ബൈ ആണ് ഉപയോഗിക്കുക. ആദ്യമായിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റി ഇറക്കുന്നതിന് മാത്രമാണ് ഏത് വാക്ക് ഉപയോഗിക്കുള്ളൂ? ഇഷ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുള്ളൂ. ഓക്കെ അല്ലേ? സർ, പിന്നെ ഈ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI. അതും RBI തന്നെയാണ്. ഓക്കെ. അതിന്റെ ഓപ്ഷൻ പരിപാടിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത് അല്ലേ? അങ്ങനെ എന്ന് വെച്ചാൽ എത്ര രൂപയ്ക്കുള്ള ബോണ്ടാണ് ഇറക്കേണ്ടത്, എത്ര നമ്പർ ഓഫ് ബോണ്ട്സ് ആണ് ഇറക്കേണ്ടത്. എക്സാമ്പിൾ പറയാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് 10,000 രൂപ കടമെടുക്കണം. ആ 10,000 രൂപ അവർക്ക് 1000ന്റെ 10 ബോണ്ടായിട്ട് ഇറക്കാം, 100 രൂപയുടെ 100 ബോണ്ടായിട്ട് ഇറക്കാം. രണ്ട് കേസിലും 10,000 തന്നെയല്ലേ റുപ്പീസ്. അതെങ്ങനെ? അല്ലെങ്കിൽ 10 രൂപയുടെ 1000 ബോണ്ടായിട്ട് ഇറക്കാം. അത് ഏത് ഫോർമാറ്റില്, എത്ര പൈസയുടെ എത്ര എണ്ണായിട്ട് ഇറക്കണം, അതൊക്കെ തീരുമാനിക്കുക സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI. ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ഫൈനലി അത് ഇഷ്യൂ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൺസൾട്ടേഷൻ എപ്പോഴും RBI ആയിട്ട് കണ്ടക്ട് ചെയ്യും. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനുള്ള എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ നോളജ് ഉണ്ടാവില്ല. സെൻട്രൽ ഗവൺമെന്റ് ബോണ്ട് ഇറക്കുമ്പോഴും ആരെ കൺസൾട്ട് ചെയ്യും? RBIനെ കൺസൾട്ട് ചെയ്യും. ബിക്കോസ് RBI ഇസ് ദി അതോറിറ്റേറ്റീവ് നോളജ് ഓൺ ബോണ്ട് മാർക്കറ്റ്. ഓക്കെ. ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ 4 വർഷത്തേക്കും ഒരേ ഇൻട്രസ്റ്റ് തരാതെ ഓരോ വർഷവും തരുന്ന ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോട്ടിംഗ്. അപ്പൊ ഓരോ വർഷവും മാറ്റണമെങ്കിൽ അത് എന്തിനോട് ക്ലബ് ചെയ്യും? നമ്മുടെ ഇൻഫ്ലേഷന്റെ CPI-യുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് തനിക്ക് തരുന്ന പൈസ മാറ്റിക്കൊണ്ടിരിക്കുക. SDL ആണ് ബേസിക്കലി. SDL ഉണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കടമെടുക്കാലോ. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കടമെടുക്കാൻ പറ്റും, ഗവൺമെന്റിന് ഒറ്റയ്ക്ക് കടപ്പത്രം ഇറക്കാൻ പറ്റും. ഇപ്പൊ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കടമെടുക്കാൻ പറ്റില്ല. അതാണ് സെന്റർ സ്റ്റേറ്റ് തമ്മിലുള്ള പ്രധാന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ സെന്ററിന്റെ അനുമതി വാങ്ങിയാലാണ് പുതിയൊരു കടമെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സെന്റർ അതിന് അനുമതി കൊടുക്കില്ല. അതാണ് നമ്മൾ കേരളത്തിൽ എന്ത് പറയുന്നത്, സെന്റർ പുതിയ കടമെടുക്കാൻ കേരളത്തിന് അനുവദിക്കുന്നില്ല, അത് കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കുന്നു എന്നൊക്കെ ന്യൂസ് ഉള്ളത്. വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ സെഷൻ. താങ്ക് യു. സർ, 1-2 ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. എന്താ മോളെ പെട്ടെന്ന് ചോദിക്കും, ബാക്കിയുള്ളവർ ഇറങ്ങിക്കോളൂ. ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ബോണ്ടിന്റെ അതും ആ ഒരു ക്യാപിറ്റൽ ഇൻഡെക്സ് ബോണ്ടിന്റെ ആ ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് മെൻഷൻ ചെയ്യാവോ? ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് ആണെങ്കിൽ ഫേസ് വാല്യൂ മാത്രമാണ് ഇൻഫ്ലേഷന്റെ CPI-ക്ക് അനുസരിച്ച് മാറ്റുള്ളൂ.
കൂപ്പൺ Okay. റേറ്റ് തനിക്ക് എപ്പോഴും 8 രൂപ 8 രൂപ 8 രൂപ മാത്രമേ അതിൽ കിട്ടുള്ളൂ. എന്ത് മാത്രമാണ് നമ്മൾ ഇതിനെ ഒരു ഇൻഷുറൻസ് പോലെ മോള് കൺസിഡർ ചെയ്യും. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നഷ്ടമില്ലാതെ നോക്കാനാണ് ഇൻഷുറൻസ് എടുക്കുക അല്ലേ? ഓക്കെ ആണോ? അതെ. അതെ. അപ്പൊ നമ്മൾ ക്യാപിറ്റലിന് മാത്രം ഇൻഷുറൻസ് എടുക്കുന്ന രീതിയാണ് എന്താണ് ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട്. ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞാൽ തന്റെ ക്യാപിറ്റലും കൂപ്പൺ റേറ്റ് രണ്ടിനെയും ഇൻഷുർ ചെയ്യുന്ന, അതായത് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടിനെയും ബാധിക്കാത്ത തരത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്ഡ് ബോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് എടുക്കാൻ ആൾക്കാർക്കൊരു പൊതുവെ ഒരു മടിയുള്ളതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഗവൺമെന്റുമായിട്ടുള്ള ബോണ്ട്, അത് എന്തെങ്കിലും റീസൺ ഉണ്ടോ ഈ ഫിസിക്കൽ ഗോൾഡിന്റെ? എന്ന് പറയുന്നത് എന്താ, ആളുകളുടെ ചിന്ത നമ്മുടെ ഇപ്പോ ഗവൺമെന്റിലേക്ക് പൈസ കൊടുത്താലും തന്റെ കയ്യിലുള്ളത് എന്താ, ആ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു റെക്കോർഡാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പേപ്പർ ആണ് ഇതിന് റിട്ടേൺ കിട്ടുക. മറിച്ച് താൻ ഗോൾഡ് മേടിച്ച കയ്യിൽ എപ്പോഴും ഗോൾഡ് ഇല്ലേ? നമുക്ക് കയ്യിൽ ഗോൾഡ് കണ്ടിട്ടുള്ള ഒരു മെന്റാലിറ്റിയും കയ്യിൽ അതിന് പകരം ഒരു പേപ്പർ ഇരിക്കുന്ന മെന്റാലിറ്റിയും, ആ ആളുകളുടെ മെന്റാലിറ്റി ഡിഫറൻസ് ആണ്, അല്ലാതെ അതിൽ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. കേട്ടോ? നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഗോൾഡ് കൊണ്ടുപോയി കൊടുത്ത കൈയോടെ കാശ് കിട്ടുന്ന ഒരു ചിന്താഗതി ഉണ്ടാവും. മറിച്ച് കയ്യിൽ ഒരു പേപ്പർ അല്ലേ, ആ പേപ്പർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സിലായോ മെന്റാലിറ്റി? ഇപ്പൊ പേപ്പർ നഷ്ടപ്പെട്ടു പോയില്ല. ഇപ്പൊ അതൊക്കെ എന്താണ്, നേരത്തെ ഒരു നമ്മൾ അക്കൗണ്ട് പറഞ്ഞില്ല RBIയില്, അതിനെ പറയും ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്ന് പറയും, ഡിമാറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ ഉള്ളിലാണ് ഇത് വന്ന് കിടക്കുക. അത് നഷ്ടപ്പെട്ടൊന്നും പോവില്ല കേട്ടാ. ആളുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതികൾ ഉള്ളത് കൊണ്ടാണ് ബോണ്ടിൽ അവരധികം അവിടെ റിസ്ക് ഫാക്ടർ ഇല്ല. ഇറ്റ്സ് ഓൺലി ഡ്യൂ ടു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ ഓക്കെ കേട്ടാ.